പല ആഗ്രഹങ്ങളായിട്ട് നാട്ടിലേക്ക് വന്നു. പക്ഷെങ്കിൽ ചെറിയതായിട്ട് പണിയൊന്ന് പാളി ഈ ഹാന് കപക്കെട്ടായി. അപ്പോൾ നേരെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. കുഞ്ഞിൻ്റെ അസുഖങ്ങളൊക്കെ മാറിയിട്ടാവാം ബാക്കി കാര്യങ്ങളെന്ന് കരുതി. കുറേ നാളുകൾക്ക് ശേഷം നാട്ടിൽ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് സിജോയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഓക്കെ ആകുമായിരിക്കും. അങ്ങനെ ഞങ്ങൾ അടൂർ ലൈഫ് ലൈനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് നമ്പർ തന്നെ ഞങ്ങൾക്ക് കിട്ടി അപ്പോയിൻമെൻ്റായിട്ട്. അപ്പം അങ്ങോട്ട് പോകുന്ന വഴിയാണ്. നല്ല കാർമേഘം മൂടി നിൽക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറുതായിട്ട് മഴയൊക്കെ ചാറാൻ തുടങ്ങി. എട്ടുനോയമ്പിൻ്റെ സമയമായതുകൊണ്ട് തന്നെ പല പള്ളികളിലും ഇങ്ങനെ പെരുന്നാളിൻ്റെയും ബാനറുകളും ഒരുക്കങ്ങളും ഒക്കെ കാണാൻ ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിൻ്റെ കാര്യം ഓർത്തിട്ട് ഞങ്ങൾക്ക് നല്ല ടെൻഷനും പേടിയും ഉണ്ടായിരുന്നു. കാരണം അഡ്മിറ്റ് ആക്കുമോ എന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു, ചുമയ്ക്കുള്ള മരുന്ന് കൊടുത്തു, പിന്നെ 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വിത്ത് ഓക്സിജൻ നെബുലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് അടുത്തുള്ളൊരു ക്ലിനിക്ക് വന്ന് ഡെയിലി രാവിലെയും വൈകിട്ടും 2 മെഡിസിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് 2 വിട്ട് അവനെ ആവി പിടിപ്പിച്ച് കറക്റ്റായിട്ട് മെഡിസിൻ എല്ലാം കൊടുത്ത് ഞങ്ങൾ അവനെ ഓക്കെ ആക്കി എടുത്തു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ വിഷ് ലിസ്റ്റിലുള്ള ആദ്യത്തെ സംഭവമായിരുന്നു പപ്സും ഫ്രഷ് ലൈമും കുടിക്കുക എന്നുള്ളത്. അപ്പം അത് സൈഡിൽ കൂടെ അങ്ങ് നടന്നു. പിന്നെ ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. നെക്സ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു, ഒരു എൻഗേജ്മെൻറ്റ്. അപ്പോൾ അതിന് പുനലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഞങ്ങൾക്ക് പോകാനുള്ളത്. അപ്പോൾ രാവിലെ എല്ലാവരും റെഡിയായി ഞങ്ങൾ പോകാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങുവാണ്. എയ്ഡൻ മാക്സിമം ടൈം അവൻ ഔട്ട്സൈഡിൽ എങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ ഇന്നലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയാണത്, ചക്കപ്പഴം. അപ്പോൾ അത് സിജോ എടുത്ത് വെളി വെച്ചു. ഞങ്ങളിതാ ആ കാണുന്ന വൈറ്റ് കാറിലാണ് ഞങ്ങൾ പോകുന്നത്. ഈ ഹാങ്കുട്ടിന് അത്ര ഓക്കെ ആയിരുന്നില്ല, പക്ഷേ എങ്കിലും അവൻ ബെറ്ററായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു സിജോയുടെ എൻഗേജ്മെൻറ്റ് ഔട്ട്ഫിറ്റ്. ഞാൻ റെഡിയായി വന്ന സമയത്ത് വീഡിയോ എടുത്ത് തരാൻ ആരുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുന്ന ഗ്രൂപ്പ് ഫോട്ടോസിലൊക്കെ കാണാൻ പറ്റും ഞാനിട്ടൊരു ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇതാണ് കേട്ടോ ചെറുക്കനും പെണ്ണും. ചെറുക്കൻ നമ്മുടെ റോഷൻ, നമ്മുടെ പെൺകുച്ച അനീറ്റ. അപ്പം ഖത്തറിലാണ് റോഷൻ വർക്ക് ചെയ്യുന്നത്, അനീറ്റ അമേരിക്കയിൽ സെറ്റിൽഡാണ്. അപ്പോൾ ഇവരുടെ ഒത്തുകല്യാണത്തിനാണ് നമ്മൾ വന്നത്. ഈ ഫംഗ്ഷൻ്റെ സമയത്ത് ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ഫാദേഴ്സിൻ്റെയും മദേഴ്സിൻ്റെയും സൈഡിൽ നിന്നുള്ള സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, അവരുടെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, ഫാമിലി, അങ്ങനെ എല്ലാവരെയും അവർ സ്റ്റേജിൽ വിളിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യിച്ച് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫാമിലികൾ തമ്മിലുള്ളൊരു ബന്ധവും കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ മൊത്തത്തിൽ നല്ലൊരു വൈബായിരുന്നു. അങ്ങനെ ചെറുക്കനും പെണ്ണും കൂടെ ചെറിയൊരു റിങ് എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ചെറുക്കനൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പെണ്ണിനെ, നമ്മുടെ അനീറ്റേനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ നമ്മൾ ഒരു പ്രപ്പോസൽ സീനാണ് കാണാൻ പോകുന്നത്. എന്തായാലും എക്സ്ചേഞ്ച് ഒക്കെ കഴിഞ്ഞല്ലോ. എന്തായാലും പപ്പയും മമ്മി എല്ലാവരും കാണുകയും നമുക്ക് ധൈര്യമായിട്ട് ഒരു പ്രപ്പോസൽ സീനിലേക്ക് പോവാം. ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെയാണ് എല്ലാവരും. ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സീനിലേക്ക് പോകാം. എങ്ങനെയാണ് പ്രപ്പോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? റോസ് ആക്ച്വലി നമുക്ക് പ്രണയത്തിന്റെ നിറമായിട്ടുള്ള റെഡ് റോസ് ഇല്ല, പകരം നമുക്ക് സമാധാനത്തിന്റെ നിറമായിട്ടുള്ള ഒരു വൈറ്റ് റോസ് ഉണ്ട്. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കൊരു വെറൈറ്റി വൈറ്റ് റോസ് കൊണ്ട് പ്രപ്പോസ് ചെയ്യാം. ചുമ്മാല്ല, ഞാൻ PG നമുക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഞാനൊരു അടിപൊളി സോങ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ് ആണ്. അപ്പോഴേ എനിക്ക് ഈ ഒരു പ്രപ്പോസൽ മാത്രം പോരാ, ആ പ്രപ്പോസൽ സീനിന് ശേഷം നമ്മുടെ ഒരു വെസ്റ്റേൺ ഡാൻസ് മൂവ്മെന്റും 2-3 റൊട്ടേഷൻ ഒക്കെ വേണം. ഓക്കെ, അപ്പൊ ഇനി കുറച്ച് ദിവസങ്ങളിൽ മാരേജ്, നമ്മുടെ മാരേജ് വരുന്ന ദിവസങ്ങളിൽ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ നോക്കുമ്പോൾ ഒന്ന് ചിരിക്കാനുള്ള ഒരു മൊമെന്റ്. അപ്പൊ എല്ലാവരും ഒന്ന് കൈയടി ചെയ്യും. ഓക്കെ ഓക്കെ, ഇതിന്റെ ലിറിക്സിന് പ്രത്യേകതയുണ്ട്. ആൻഡ് ദ സോങ് ഇസ് മെന്റ് ഫോർ യു. ലിറിക്സ് എന്താണെന്നൊക്കെ അറിയാലോ നിങ്ങൾക്ക്, ഒബിയസ്ലി അറിയാം. മൈക്ക് വേണോ? ഡയലോഗ് ഉണ്ടോ? വേണ്ട. അപ്പൊ എങ്ങനെയാ ഉദ്ദേശിക്കുന്നത് പ്രപ്പോസ് ചെയ്യാൻ? കണ്ടോളൂ, എല്ലാവരും കണ്ടോളൂ. സോ കൺഗ്രാറ്റുലേഷൻസ്
and shower some blessings on. Wow! Roshan and Anita. Okay, ഇനി കുറച്ച് moments ആവാം. So officially എല്ലാവർക്കും എല്ലാ ഫാമിലി മെമ്പേഴ്സും അങ്ങോട്ട് പോയി റിക്വസ്റ്റ് ചെയ്തൊരു പാട്ട് പാടുന്ന രംഗമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. എയ്ഡൻ ആണോ? എയ്ഡൻ ഓക്കെ ആണോ? ആ എയ്ഡന്റെ ഒരു പാട്ട് കേൾക്കാം നമുക്ക്. സോ എയ്ഡൻ ഒന്ന് പാടാവോ? ഡാൻസ് കളിക്കാമോ? ഒരാളൊന്ന് ജോയിൻ ചെയ്യാൻ കളിച്ചോളൂ. ഡാൻസ് കളിക്കാൻ കളിച്ചില്ല, പക്ഷെ ഞാൻ നന്നായിട്ട് പാട്ട് പാടി. പിന്നെന്താ നമ്മുടെ പൊന്നിക്കുട്ടി ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. എയ്ഡനും നമ്മുടെ മോനും കൂടെ അവിടെ നിന്നതല്ലാതെ അവന്മാർ ഡാൻസ് ഒന്നും കളിച്ചില്ല. പക്ഷെ അവിടെ നിന്ന് പെങ്കൊച്ചുങ്ങൾ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പോയി പറഞ്ഞതൊക്കെ നോക്കിയിട്ടും എയ്ഡന് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ നിൽക്കുമായിരുന്നു. അവൻ വീട്ടിലായിരുന്നെങ്കിൽ അവൻ അടിച്ചു പൊളിച്ചേനും. പക്ഷേ ഇവിടെ എന്തോ അവന് എല്ലാവരും കൂടെ കണ്ടേൻ്റെ ആണെന്ന് തോന്നുന്നു, ഡാൻസ് ഒന്നും കളിച്ചില്ല. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. വീട്ടിലേക്ക് പോയിട്ട് മമ്മിക്ക് ഒരേ നിർബന്ധം അവനെ ഒരു പാവാടയും ബ്ലൗസും ഇടിപ്പിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു പാവാടയും ബ്ലൗസും ഇടിപ്പിച്ചു. അവന് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല, എങ്കിലും ഒന്ന് ഇട്ട് കാണാൻ ആഗ്രഹം. അതിട്ട് കഴിഞ്ഞ് അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. Thank you for watching.